സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്യുക്ക് റിവിഷനാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് ആര്? അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് ആര്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ്. JC ബോസ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയെ അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. വന്ദേ മാതരത്തിന് ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചതും 1950 ജനുവരി 24-നാണ്. അപ്പം ഇന്ത്യയുടെ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് സെയിം ഡേറ്റ് ആണ്, 1950 ജനുവരി 24. ഇനി ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെട്ടത്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം? സ്ലിം ഡിസീസ് എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് എയ്ഡ്സ്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടന്നത്. 1809 ജനുവരി 11. ഇനി കുണ്ടറ വിളംബരം നടത്തിയതാരാണ്? വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ കൊല്ലത്ത് കുണ്ടറയിൽ വെച്ചിട്ട് നടത്തിയതാണ് 1809 കുണ്ടറ വിളംബരം. 1809 ജനുവരി 11. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 3:2. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? കബനി നദിയാണ്. കേരളത്തിലെ നദികളുടെ എണ്ണം 44 അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏത് എന്ന് ചോദിച്ചാൽ കബനിയാണ്. ഏറ്റവും ചെറുത് ഏത് എന്ന് ചോദിച്ചാൽ പാമ്പാറാണ്. അടുത്ത ചോദ്യം, വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? മലനാട് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിൽ 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലും ഇടനാട്. 7.5 മീറ്ററിൽ താഴെയാണ് തീരപ്രദേശം. അടുത്ത ചോദ്യം, അഗ്നികുണ്ഡലഖനി ഏത് സംസ്ഥാനത്താണ്? അഗ്നികുണ്ഡലഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്.
ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു പദാർത്ഥത്തിന്റെ താപനിലയെ 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് താപധാരിത എന്ന് അറിയപ്പെടുന്നത്. താപധാരിത. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരമാണ്. തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരമാണ് കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. അയഡിൻ ബാഷ്പത്തിന്റെ നിറം. അയഡിൻ ബാഷ്പത്തിന്റെ നിറം വയലറ്റ് ആണ്. വയലറ്റ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10ാം പഞ്ചവത്സര പദ്ധതി. ലോക സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8 ആണ്. ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ. കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആണ്. ഫെബ്രുവരി 28. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മാഹാളി. ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. സുഭാഷ് ചന്ദ്രബോസ്. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം? റെഡ് ക്രോസ് 1863. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം 1863. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രോമാറ്റിൻ ജാലികയാണ്. ക്രോമാറ്റിൻ ജാലിക. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം? പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത് 1865 ആണ്. 1865. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം? ലോക്പാൽ ജനസംരക്ഷകൻ. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം ജനസംരക്ഷകൻ. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയാണ്. ഓടക്കാലി. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര്? യൂട്രോഫിക്കേഷൻ. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്? ഇപ്പോൾ നിലവിലില്ല. നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 370 ആണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ? സൂപ്പർ ബഗ് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ആനന്ദ് മോഹൻ ചക്രവർത്തി. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്? പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഹ്യപർവ്വത നിരകൾ. സഹ്യപർവ്വത നിരകൾ. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? മലബാർ കലാപം 1921 മലബാർ കലാപം നടന്നത്. 1921. പ്രസിദ്ധമായ പക്ഷി പാതാളം ഏത് ജില്ലയിലാണ്? പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ല.
കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്, ആലപ്പുഴ ജില്ല. അടുത്ത ചോദ്യം, മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, പത്തനംതിട്ട ജില്ല. ആദ്യമായി കൃത്രിമമായിട്ട് ജലം നിർമ്മിച്ചത് ആരാണ്? ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്, ജോസഫ് പ്രീസ്ലി. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക ജലദിനം മാർച്ച് 22 ലോക ജലദിനം. കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം. കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥമാണ് സിൽവർ അയോഡൈഡ്, സിൽവർ അയോഡൈഡ്. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ പെടുന്നു? വൈദ്യുതോൽപാദനം ദ്വിതീയ മേഖലയിൽ പെടുന്നു, ദ്വിതീയ മേഖല. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്നത് 1757 1757. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏത്? കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകമാണ് ടെക്നീഷ്യം. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്, ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ കഴിയാത്ത ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ. ഈ രോഗം പുരുഷന്മാരെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. ക്രിസ്മസ് രോഗം, രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 17 ഏപ്രിൽ 17. അടുത്ത ചോദ്യം, DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് ആര്? DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് ഡോക്ടർ അലക് ജെഫ്രീസ് ആണ്, ഡോക്ടർ അലക് ജെഫ്രീസ്. DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്, വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ഇതിനോട് കൂടെ ഈ ചോദ്യങ്ങളും കൂടി അറിഞ്ഞിരിക്കുക. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി, ശ്യാം സരൺ നേഗി. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം എന്താണ്? ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നുന്നതിന് കാരണം അപവർത്തനമാണ്, അപവർത്തനം. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്, ഫെബ്രുവരി 2. കേരളത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില ഏതാണ്? കേരളത്തിലെ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്, കായാന്തരിത ശില. ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് മിസൈൽ, ഇന്ത്യ റഷ്യ. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം വിഭംഗനമാണ്, വിഭംഗനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്, ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത് 61 ഭേദഗതി പ്രകാരമാണ്, 61 ഭേദഗതി. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015. നീതി ആയോഗ് നിലവിൽ വന്നത് 2015. നീതി ആയോഗ് ചെയർമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്
ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഡേറ്റ് എന്നാണ്? 1936 നവംബർ 12. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം 1984 1984 സോയൂസ് T11 സോയൂസ് T11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. അടുത്ത ചോദ്യം, ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ നിയമദിനം നവംബർ 26 ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യ. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് 1983 1983. കുടുംബശ്രീ ആരംഭിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? കുടുംബശ്രീ ആരംഭിച്ചത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. 9ാം പഞ്ചവത്സര പദ്ധതി. ക്യാനീസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? ക്യാനീസ് ഫെമിലിയാരിസ് എന്നത് നായയുടെ ശാസ്ത്രീയ നാമമാണ്. നായ. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത്രായ് മേത്തയാണ്. ബൽവന്ത്രായ് മേത്ത. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. നിലവിൽ ഇപ്പോൾ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരി നായരാണ്. ദേശീയ ചോദിച്ചാൽ ഹീരാലാൽ സമരയാണ്. ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ ഓഫ് ഇന്ത്യ ഹീരാലാൽ സമരിയ. അടുത്ത ചോദ്യം, ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോപ്സൺ ആണ്. ഡോപ്സൺ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? പെരിയാർ നദിയിലാണ്. പെരിയാർ നദി. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? വിളയാണ് നെല്ല്. ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഏത്? എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം ഏത് എന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴയാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ, എറണാകുളം ജില്ല. അടുത്ത ചോദ്യം, തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് ഏതാണ്? റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങൾ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്?
11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം. ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885 1885. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗാ നദിയിലൂടെയാണ്. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശൂർ. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിഫ്തീരിയ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. കരിമീനിന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരൈൻറ്റൻസിസ് എന്നാണ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നു. ഇതിന് കാരണം ഘർഷണബലം. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം. എത്രയാണ്? 20 സെക്കൻഡാണ്. ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. അതിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയമാണ് 20 സെക്കൻഡ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ജനഗണമനയാണ്. നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകളാണ് ഉണ്ടായിരുന്നത്? ആദ്യമായിട്ട് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉണ്ടായിരുന്ന താമരകളുടെ എണ്ണം 8 ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.